കുരുവംശത്തിന് ആ പേര് വരാൻ കാര്യം കുരു എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവ് ആ രാജ്യം ഭരിച്ചതുകൊണ്ടാണ്. കുരുവിന്റെ മാതാപിതാക്കളായിരുന്നു സംവരണൻ എന്ന് പറയുന്ന രാജാവും സൂര്യഭഗവാന്റെ പുത്രിയായിട്ടുള്ള തപതിയും. ഈ തപതിയെ സംവരണൻ കാണുന്നത് ഒരു കാട്ടിൽ വെച്ചിട്ടാണ്. കണ്ട മാത്രയിൽ തന്നെ അതിഭയങ്കരമായിട്ടുള്ള പ്രണയമുണ്ടായി. ഇവളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സൂര്യഭഗവാന്റെ മകളാന്ന് അറിഞ്ഞതുകൊണ്ട് സൂര്യഭഗവാനെ ഒറ്റക്കാലിൽ നിന്ന് 12 ദിവസം അദ്ദേഹം ഭജിച്ചു എന്നാണ്. ആ സമയത്ത് വസിഷ്ഠന്റെ സഹായത്തോടു കൂടിയിട്ട് തപതിയെ സംവരണന് ഭാര്യയായിട്ട് കിട്ടി. ഭാര്യയായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ കാമപൂർണത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരെ രാജ്യമേൽപ്പിച്ചിട്ട് രാജാവ് തപതിയുമൊത്ത് കാട്ടിലേക്ക് പോയി എന്നാണ്. 12 വർഷക്കാലം ഇവരവിടെ രമിച്ചു. ആ സമയം കൊണ്ട് രാജ്യം അധോഗതിയിലായി. രാജ്യത്ത് മഴ പെയ്യാതായി. അവിടുത്തെ ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ള പട്ടിണിയിലേക്കായി. അവസാനം പരസ്പരം പിടിച്ചു തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള ഒരു പ്രേതനഗരമായിട്ട് ആ രാജ്യം മാറിയെന്നാണ്. ഇത് മനസ്സിലാക്കിയ വസിഷ്ഠ ഭഗവാൻ വീണ്ടും ഈ രാജാവിനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. രാജ്യം വീണ്ടും സമൃദ്ധിയിലേക്കായെന്നാണ്. അപ്പം ഭരണാധികാരികള് സ്വാർത്ഥമായിട്ട് മാത്രം പോകുമ്പോൾ രാജ്യം മുടിയും എന്നുള്ള ഒരു സന്ദേശമാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിലെ ഈ കഥ കൊണ്ട് നമുക്ക് നൽകുന്നത്.